നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകുമ്പോഴും പ്രവർത്തനങ്ങൾ ശക്തമാക്കി മുന്നണികൾ. ഇരു മുന്നണികളുടെയും നേതൃത്വത്തിൽ ചുമരെഴുത്തുകളും പ്രചാരണ പ്രവർത്തനങ്ങളും സജീവമാണ്. മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ ബൂത്ത് തല ഓഫീസുകളും പ്രവർത്തനം തുടങ്ങി. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ തന്നെ പ്രവർത്തകർ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ചന്തക്കുന്നിൽ ചുമരെഴുത്തുകൾ ആരംഭിച്ചിരുന്നു. കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തും പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയും UDF പ്രവർത്തകർ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങളുമായി സജീവമാണ്. ബൂത്ത് തലത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. UDF തലത്തിൽ തന്നെയാണ്, ലീഗ് മാത്രമല്ല. ലീഗ് ആദ്യം അതിനൊരു ചുവടുവെപ്പ് നടത്തി. ഇപ്പോൾ മൊത്തത്തിൽ UDF വളരെ സജ്ജമാണ്. ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ക്ഷാമമില്ലാത്തൊരു ഇതാണ്. ഞങ്ങൾക്ക് നേതാക്കന്മാരുടെ സ്ഥാനാർത്ഥികൾക്കൊരു ക്ഷാമമില്ല. ഇവിടെ സംബന്ധിച്ചിടത്തോളം 2 തവണ നഷ്ടപ്പെട്ട ഈ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. അത് ഞങ്ങൾ ഈ തവണ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. LDFന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ബൂത്ത് ഓഫീസുകളും പ്രവർത്തനം തുടങ്ങി. മുത്തേടം പഞ്ചായത്തിൽ മാത്രം LDFന്റെ 7 ബൂത്ത് ഓഫീസുകളാണ് പ്രവർത്തനം ആരംഭിച്ചത്. LDF പ്രവർത്തകരും ചുമരെഴുത്തുകൾ ആരംഭിച്ചു. ചുമരെഴുത്തുകൾ പ്രാദേശികമായിട്ട് പാർട്ടി ഓഫീസ്, ഇലക്ഷൻ ഓഫീസുകളൊക്കെ തുറക്കുക, ആ രീതിയിലുള്ള അടിസ്ഥാന നിന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എന്ത് നിലയ്ക്കും നമ്മൾ അൻവറിന്റെ ഫാക്ടറിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇടതുപക്ഷ മുന്നണി എന്താണെങ്കിലും ഈ വാർഡ്, ഈ മണ്ഡലം നമ്മൾ തിരിച്ചു പിടിക്കും. പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ സജീവമായിട്ട് താഴെത്തട്ടിൽ നടക്കുന്നുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാണ്. ഒരു ഇലക്ഷൻ നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി നിൽക്കുകയാണ്. അതിമറി ഒരു ഫാക്ടറി അല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനോ സ്ഥാനാർത്ഥി നിർണയത്തിനോ കാത്തുനിൽക്കാതെ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയാണ് ഇരു മുന്നണികളും. താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ആഴ്ചകൾക്ക് മുൻപ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. നിലമ്പൂരിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.